ദുബായിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിപ്പം അവിടെ അറബിക് സോങ്സിനൊക്കെ ഭയങ്കര ഡിമാൻഡ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർ അറബിക് സോങ് പാടുമ്പോൾ. അപ്പോൾ അങ്ങനെ വല്ല അറബിക് സോങ് പഠിക്കാനോ അല്ലെങ്കിൽ പാടാനോ? പഠിച്ചൊക്കെ പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു തെറ്റിദ്ധാരണയുടെ ഒരു പ്രശ്നമുണ്ട്. അയാൾക്കൊക്കെ അറിയാൻ പറ്റും, എന്തായാലും അറബി പാട്ടൊക്കെ എന്തായാലും അറിയാൻ പറ്റും. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തന്നെ. ശരി ശരി. അങ്ങനെ പഠിച്ചു പാടേണ്ടി വന്നിട്ടുണ്ട്. ഓർമ്മയുള്ള അറബി ക്ഷമിക്കണം. അപ്പൊ നമുക്ക് പട്ടർ മാലിക്കിന് വരാം. അന്ന് പാടിയ പാട്ടിൽ ഒരു ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു റൗണ്ടിലെ പാട്ട് 4 വരി. അത് അതിൻ്റെ അകത്തൊരു ഒരു കോമഡി റൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റൗണ്ട് ഉണ്ടായിരുന്നു. അതിലൊരു പാട്ടുണ്ട്. അതായത് കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് ഞമ്മള് പെണ്ണിനെ കണ്ട്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. ഇങ്ങനൊരു പാട്ട് KG സത്താർക്കയുടെ പാട്ടാണ്. അപ്പോൾ ഈ പാട്ടിലേക്ക് പാട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആധികാരികമായിട്ട് അതിൻ്റെ വിധി നിർണ്ണയം കഴിഞ്ഞതിന് ശേഷം വളരെ രഹസ്യമായിട്ട് എൻ്റെ അടുത്ത് വിളിച്ചു ഒരാൾ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ബഷീറെ, കൊച്ചിയിലെങ്ങും പെണ്ണില്ലാണ്ട് എന്നൊരു വാക്കുണ്ട്. ശരിക്കും കൊച്ചിയിലും പെണ്ണില്ലാണ്ട് കോഴിക്കോട്ടും പെണ്ണില്ലാഞ്ഞിട്ട് ഞാൻ കൊയിലാണ്ടി പോയി പെണ്ണ് കണ്ടെന്നാണ് അതിനർത്ഥം. അല്ല, കൊച്ചിയിലെങ്ങും പെണ്ണില്ല എന്നല്ല, ഉണ്ട്. അവിടെ പെണ്ണിനെ പോയി കണ്ടിട്ട് അവിടെ കിട്ടാഞ്ഞിട്ട്, കോഴിക്കോടും പോയി പെണ്ണിനെ കിട്ടാഞ്ഞിട്ട് ഞാൻ കൊയിലാണ്ടി പോയി ഒരു പെണ്ണിനെ കണ്ടു എന്നാണ്. ശരി, അങ്ങനെയാണ് ആ പാട്ടിന്റെ ഇത്. ചേട്ടന്റെ ലൈഫിൽ എവിടെ പോയിട്ടാണ് പെണ്ണിനെ കണ്ടത്? ഞാൻ പെണ്ണ് കണ്ടത് ബോൾഗാട്ടി എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, ബോൾഗാട്ടി, കൊച്ചിയില്. കൊച്ചിക്കാരി തന്നെയാണ്. കൊച്ചിക്കാരി, എറണാകുളത്തുകാരിയാണ്. വൈഫിന്റെ പേര് സാബിറ. എനിക്കൊരു മോളുണ്ട്, അവള് ഹന്ന. മോള് എന്താ ചെയ്യണേ? സെന്റ് റെസസില് ഫാഷൻ ഡിസൈനിങ്. പാട്ടിനോട് പാട്ടിന് കമ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം പാട്ടൊക്കെ പാടും. ചേച്ചി എങ്ങനെയാണ് പാട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള? സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം ചേട്ടന്റെ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞല്ലോ, കടാമംഗലം. അതൊരു എന്താ പറയാ, കടാമംഗലത്തെ കുറിച്ച് ഒന്ന് പറയാമോ? കാരണം കടാമംഗലത്തെ കുറിച്ച് പറയുമ്പോൾ 3 ദേവാലയങ്ങളുടെ ഒരു സ്ഥലമാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നത് ഏഴിക്കര കടാമംഗലം ജുമാ മസ്ജിദ്. ആ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാൻ റൈറ്റ് സൈഡിലേക്ക് ചാടി കടന്നാൽ വാണിവിഹാരം സരസ്വതി ക്ഷേത്രത്തിലേക്കാണ്. ആ വാണിവിഹാരം സരസ്വതി ക്ഷേത്രത്തിന്റെ ഗേറ്റ് തുറക്കുന്നത് മരിയ ജോൺ വിയാനി ചർച്ചിലേക്കാണ്. ഒരിക്കൽ ദാസേട്ടൻ അവിടെ വന്നൊരു 3 ദേവാലയങ്ങളും അടുപ്പുകല്ല് പോലെയുള്ള സ്ഥലങ്ങൾ കേരളത്തിലെ അപൂർവമാണ്. അദ്ദേഹം കാണാൻ വന്നിട്ടുള്ളത്. വന്നിട്ടുണ്ട്. ആ അമ്പലത്തിലെ ഒരു നവരാത്രി ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ് ദാസേട്ടൻ. അത് ഭയങ്കര വലിയൊരു അല്ലേ, അവിടുത്തെ ആൾക്കാരുടെ ഒരു മനസ്സ് പോലെ തന്നെ, ജാതി മതമൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ. അപ്പൊ അവിടുത്തെ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ആ പ്രോഗ്രാംസ് ഒക്കെ എല്ലാ പള്ളിയിലാണെങ്കിലും പങ്കെടുക്കാറുണ്ട്. നമ്മള് അമ്പലത്തിലും ആ പള്ളിയിലൊക്കെ പാടിയിട്ടാണ് നമ്മൾ പാട്ടുകാരനായത്. അങ്ങനെ അവിടെ ജാതി മത വർണ്ണവർഗ ലിംഗ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത നല്ല മനസ്സുള്ള ആൾക്കാർ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് എപ്പോഴും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവില്ലേ? കെടാമംഗലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെടാമംഗലം സദാനന്ദൻ കേട്ടിട്ടുണ്ടോ? കെടാമംഗലം സദാനന്ദൻ ലോകത്തിലെ കഥാപ്രസംഗ കല എന്ന് പറയുന്ന കലയുടെ വക്താക്കളിൽ പ്രമുഖനാണ് അദ്ദേഹം. ഒരാള് പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ, ഒരാള് വി സാംബശിവൻ. കേട്ടിട്ടുണ്ടോ? അതായത് സദാനന്ദൻ മാസ്റ്ററുടെ രമണൻ എന്ന് പറയുന്ന കഥാപ്രസംഗം ഏകദേശം 3600-ൽ പരം വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കഥ മാത്രം. അപ്പോൾ വെറുതെ ഒന്ന് കണക്ക് കൂട്ടി വരുമ്പോൾ ഏതാണ്ട് 16,000 രാത്രികളിൽ അദ്ദേഹം രമണൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ലൈഫിന്റെ സർവീസിൽ, കലാജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും എത്താൻ പറ്റാത്ത ഒരു റെക്കോർഡാണത്. അങ്ങനെ കഥ പറഞ്ഞവരാരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉത്സവ പറമ്പുകളിൽ ഒരു പെർട്ടിക്കുലർ കഥ മാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. കഥാപ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സ്ഥലത്തേക്ക് ഒരാളിലേക്ക് മാത്രം ഫുൾ ആൾക്കാരുടെ ശ്രദ്ധ വരുന്ന ഒരു കലയാണ്. എല്ലാം ഉണ്ട്. നാടകം, നൃത്തം, പാട്ട്,
അഭിനയം, വാക്ചാതുരി, പ്രൊനൗൺസിയേഷൻ, അറിവ്, കാലിക പ്രാധാന്യമുള്ള സബ്ജക്റ്റ് എന്താണ്, അത് ഈ കഥയുമായിട്ട് കണക്ട് ചെയ്യൽ, അങ്ങനെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അല്ല അത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് എൻ്റെ. അതെ അതെ അതെ. അപ്പൊ പി കേശവദേവ് സാഹിത്യകാരൻ, അതിൻ്റെ സ്ഥലമാണ്. കേസരി ബാലകൃഷ്ണപിള്ള സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന അവസാന സമയത്ത് അവിടെ തന്നെ സെറ്റിൽഡ് ആയ ഒരു സ്ഥലം കൂടിയാണ് പറവൂര് കെടാമംഗലം എന്ന് പറഞ്ഞ സ്ഥലം. കെടാമംഗലം അലി, വിനോദ് കെടാമംഗലം നടൻ, സംഗീത സംവിധായകൻ, പാട്ടുകാരൻ OU ബഷീർ, സൈനൻ കെടാമംഗലം, അങ്ങനെ കുറേ പേരുണ്ട് അവിടെ. കെടാമംഗലം അലി എടുത്തു പറയേണ്ട പേരാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ്. ഒരുപാട് എന്താ പറയാ പാട്ടുകാരുടെയും അല്ലെങ്കിൽ കലാകാരന്മാരുടെ ഒരു സ്ഥലമാണ്. ഇക്ക ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെയുള്ള എന്താ പറയാ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പൊ അർജുൻ മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അർജുൻ മാഷിനെ കുറിച്ച് കൂടെയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അർജുന മാഷ് വളരെ സോഫ്റ്റായിട്ട് പാട്ടുകാരെ അല്ലെങ്കിൽ മ്യൂസീഷ്യന്മാരെ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ഒരു തലവും ആർട്ടിസ്റ്റുകളെ പ്രഷറൈസ് ചെയ്യുന്നില്ല. അവരിൽ എന്താണ് അവരിൽ നിന്ന് വേണ്ടത് വളരെ സോഫ്റ്റായിട്ട് ഇടപെട്ട് അത് വാങ്ങിച്ചെടുക്കുന്ന ഒരാളായിട്ടാണ്. അത്രയും നമ്മളെ റിലാക്സ് ചെയ്ത് കൊണ്ടുപോകും. ആരോ അങ്ങനെ മാഷ് ഒരിക്കലും ഒരു കടമെടുത്തക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ പ്രായത്തിന്റെ ഇതുകൊണ്ട് നമുക്ക് പലരെ അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ അടുത്ത് ഇടപഴകുമ്പോഴൊക്കെ ഇവരൊക്കെ വളരെ സോഫ്റ്റ് ആണ്. മാഷിന്റെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സോങ്? വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങി മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങി. അർജുൻ മാഷിന്റെ ഒരുപാട് പാട്ടുകൾ നമുക്കതൊന്നും മറക്കാൻ ഇപ്പോഴും. അല്ല, അർജുന മാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതിനെ അക്കമ്പനി ചെയ്യുന്ന എറണാകുളത്ത് ഒരുപാട് പേര് കൂടെ നമ്മുടെ ഓർമ്മകളിലേക്ക് വരും. ഒരുപാട്. പിന്നെ ഒരുമിച്ചിരുന്ന ഒരു സ്റ്റുഡിയോയില് ഒരു ഫ്രെയിമിൽ ഇരുന്നിട്ട് ഒരുമിച്ചല്ലേ പാട്ടുകളൊക്കെ ഉണ്ടാകും. അതിന്റെ ഒരു സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ജെറി മാഷിനെ കുറിച്ച് പറയുമ്പോൾ ജെറി മാഷ് വേറൊരു മ്യൂസിക്കിൽ കോംപ്രമൈസ് ചെയ്യാത്ത ആളായിട്ടാണ് എനിക്ക്. അതൊരു കണിശതയുണ്ട്, അത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ മ്യൂസിക്കിൽ അവലംബിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായ ധാരണ നമുക്ക് തരുന്ന ഒരാളാണ്. എങ്ങനെ പാടണം. അപ്പൊ കണ്ടിരുന്നു അണ്ടർസ്റ്റുഡ് ആണ്, അവിടെ വിടാവൂ. പറയാം ചുണ്ട അടുപ്പിച്ചു പിടിക്കണം, ഇത്ര മാത്രയിൽ ചുണ്ട് അടച്ചു പിടിക്കുമ്പോഴേ പറയാം കേൾക്കുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ ആളാണ്. മൈക്കിന്റെ ഡിസ്റ്റൻസ്, ആ പാടുമ്പോഴും ഓ പാടുമ്പോഴും പാടുമ്പോഴും എവിടെയാണ് മൈക്കിന്റെ പൊസിഷൻ വെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്ന ശ്വാസത്തിന്റെ ഒരു ഇതും. മാഷിന്റെ ഒരു പാട്ടുണ്ട്, അത് പറവൂരൊരു ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഫ്രാൻസിസ് മനക്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നൊരു പാട്ടാണ്. അത് തുടങ്ങുന്നത് തക്കിട്ട എന്നുള്ള വാക്കിലാണ്, തക്കിട്ട എന്നുള്ള ഇടത്തിലാണ് തുടങ്ങുന്നത്. കുപ്പിയ കൈകളുമായിതാ നിൽക്കുന്നു നിൻ മുന്നിൽ എന്നെ സമർപ്പിക്കുവാൻ, സ്വീകരിച്ചിടണേ എന്നെ സമ്പൂർണമായി അങ്ങുമായി ഒന്നായി ചേർത്തിടണേ. അങ്ങനെ ഒരു പാട്ടാണ് ആദ്യം ഞാൻ പാടുന്നത്. മാഷ് പറഞ്ഞ പോലെ ഭയങ്കര എല്ലാ ഏരിയയിലും മ്യൂസീഷ്യനാണ്. ഒരിക്കലും ഒരു വലിയ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റുഡിയോയിൽ ഞാൻ ട്രാക്ക് പാടിയ പാട്ടുകളാണ്. ചിത്ര ചേച്ചിയാണ് അത് സ്ട്രെയിറ്റ് പാടുന്നത്. അങ്ങനെ സ്റ്റുഡിയോയിലിരുന്ന് അതിൻ്റെ ഫൈനൽ മിക്സിങ്ങിൻ്റെ ഒരു ഏരിയ വന്നു കഴിഞ്ഞപ്പോൾ പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്യുന്നു. ഒരു സ്ഥലത്ത് എത്തുമ്പോൾ എൻ്റെ മനസ്സിൽ അവിടെ ഒരു ബേസ് ഗിറ്റാറിൻ്റെ മൂളലില്ലേ എന്നൊരു തോന്നൽ. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് എന്ന് കാണിക്കും. അപ്പോൾ പുള്ളിക്കാരൻ സ്റ്റോപ്പ് ചെയ്യൂ, രാജൻ പ്ലീസ് സ്റ്റോപ്പ്. എന്ത് ഒരു ബേസ് ഗിറ്റാറിൻ്റെ നോയ്സ് അവിടെ വന്നല്ലോ. അവർ ഇല്ല മാഷേ
റെഫറൻസ് നടത്തുന്നു, എല്ലാ ട്രാക്കുകളും വെച്ചു, ഇല്ല കുഴപ്പമില്ല, ഒന്നും കിട്ടുന്നില്ല. പിന്നെയും ചെയ്യുന്നു. അവിടെ എത്തുമ്പോൾ എന്നിലെ കൗശലക്കാരൻ പിന്നെയും ഉണരും. ആ സ്ഥലം ഞാൻ ആ മൂലക്കൽ ഇങ്ങനെ ഇരിക്കല് ഒന്നിനുമില്ലാതെ. വീണ്ടും ആ സ്ഥലത്തെത്തുമ്പോൾ എൻ്റെ ബേസിക് ഗിറ്റാർ വീണ്ടും സ്റ്റോപ്പ്. പിന്നെ അറിഞ്ഞിട്ടേ ഇല്ല അത്. ഈ ഇന്റർവ്യൂ വരുമ്പോഴായിരിക്കും മാഷത് അറിയാൻ പോണേ. പിന്നെയും ഒരു 3 പ്രാവശ്യം. അവസാനം ഇവര് തമ്മിൽ തല്ലു പിടിക്കുക എന്നുള്ളൊരു ലെവലായി കഴിഞ്ഞപ്പോൾ പതുക്കെ ഇറങ്ങിപ്പോയി. അപ്പൊ ബേസ് ഗിറ്റാർ നിന്നു. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ബേസ് ഗിറ്റാറില്ല. അതാണ് ചെറിയ മാഷ്. അല്ല, അത്രയും സമയം അവരുടെ പോയി. അല്ല, അതൊരു രസമാണ്. എല്ലാ ഏരിയയിലും ആ മനുഷ്യൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇതാണ്. ഒരു ഫുൾ ടൈം എഞ്ചിനീയർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചെവിയിലൂടെ പോകുന്ന ശബ്ദങ്ങളെ കുറിച്ചിട്ട് കൃത്യമായ ധാരണയുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. സംഗീത ശബ്ദങ്ങൾ അധികം ഉപയോഗിക്കുന്ന ഒരാളല്ല. ചെറിയൊരു ജാലറുടെ ഒരു ടോൺ, ഒരു ബെല്ല്, അങ്ങനെ കേട്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ പാട്ടുകൾ? അതിന്റെ ഒരു സുഖം വേറെ. ബേസ് ഗിറ്റാർ എന്ന് പറഞ്ഞപ്പോ മിമിക്രി വല്ല വിഷമുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പറഞ്ഞു. കാരണം സാറിന് അത് കറക്റ്റ് ബേസ് ആ ഫ്രീക്വൻസിയിൽ ആ ശബ്ദം അവിടെ വരേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സാധനം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ ബേസ് ഗിറ്റാറിസ്റ്റ് അങ്ങനെ വായിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ആ ടോൺ? അതാണ് പുള്ളിക്ക് അറിയേണ്ടത്. മനസ്സിലായ? പിന്നെ അത് പുള്ളി അറിഞ്ഞപ്പോൾ ഇല്ല, പിന്നെ അറിഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ അറിയാൻ പോണത്. ഇനി എന്നെ കാണുമ്പോഴായിരിക്കും ഇത് അറിയാൻ പോണേ. ഇനിയിപ്പോ കഴിഞ്ഞൊരു കോള് വരും. അന്ന് എന്റെ ചതിക്കായിരുന്നല്ലേ. ജോൺസൺ മാഷിനെ കുറിച്ച് പറയൂ. ജോൺസൺ മാഷ് കുറേം കൂടി ഫ്രണ്ട്ലിയാണ്. പിന്നെ ഈ പാട്ട് ആദ്യമായിട്ട് എന്നെ ഈ പാട്ടിലേക്ക് ഞാൻ വരാനുള്ള കാരണക്കാരൻ ഒരു കീബോർഡിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഹേമൻ ചേട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു തിരുവനന്തപുരത്തുകാരനാണ്. ഈ കൈതപ്രം മാഷിന്റെ പാട്ടുകൾ പാടുമ്പോൾ ഈ ഹേമൻ ചേട്ടനാണ്. ഇപ്പൊ കളി വീടുറങ്ങിയല്ലോ, ഇതിലൊക്കെ ഹേമൻ ചേട്ടനാണ് അസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹേമചേട്ടൻ്റെ ഒരു പരിചയത്തിലാണ് ഞാൻ ഈ ഒരു പാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ജോൺസൺ സാറിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്, പേര് കിസാൻ എന്നാണ്, അപ്പം നീ നാളെ ഒന്ന് ട്രാക്ക് പാടണം എന്ന് പറഞ്ഞു. ജോൺസൺ സാറിന് കേട്ടോടുകൂടി നമ്മൾ പേടിക്കണം, സ്വാഭാവികമായിട്ടൊരു പേടി വരുമല്ലോ. അപ്പോൾ ഞാൻ ഏതൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുള്ളി രാത്രി ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ ട്രെയിനിൽ കയറണം, നാളെ രാവിലെ 9 o'clock മറക്കണ്ട ലാൽ മീഡിയയിൽ, ഓക്കെ. പുള്ളി ഫുൾ ഫോൺ കട്ട് ചെയ്തു. അന്ന് രാത്രി ഞാൻ തിരിഞ്ഞും പറഞ്ഞു, ഓ തൊണ്ട പോയി. ഞാനിട്ട് സ്വയം ഒരു തീരുമാനത്തിലെത്തി, എൻ്റെ തൊണ്ട പോയിന്ന്. എന്നിട്ട് അത് രാവിലെ വളരെ നാടകീയമായിട്ട് വെറുതെ, ഹേമൻ ചേട്ടാ എൻ്റെ ഈ തൊണ്ടയ്ക്ക് സുഖമില്ല. അപ്പം അവിടെ നിന്ന് അതിന് അല്ല, എനിക്ക് ഞാൻ നിൻ്റെ അടുത്ത് എന്താ ഇന്നലെ പറഞ്ഞത്, അതായത് തൊണ്ട, നീ 9 മണിക്ക് അവിടെ സ്റ്റുഡിയോയിൽ വാ ട്ടാ, നീ കൂടുതൽ സംസാരിക്കണ്ട, കട്ട് ചെയ്ത്. പിന്നെ അടുത്ത തീരുമാനത്തിലെത്തി, ഏതായാലും നാറെയാണെങ്കിലും ഒരു 5-6 പേരല്ലേ അറിയുള്ളൂ, സാരമില്ല, രണ്ടും കൽപ്പിച്ച് ഞാൻ പോവുകയാണ് സ്റ്റുഡിയോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇരിക്കുകയാണ്. പുള്ളിനെ കണ്ടപ്പോൾ തന്നെ ഇതൊക്കെ എൻ്റെ മനസ്സിൽ, ദേവി ദേവാങ് ഇതൊക്കെ ചെയ്ത ആളല്ലേ, അയാളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ എന്ത് പാടാനാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ള അങ്കലാപ്പ് പുള്ളിയോട് പറഞ്ഞു, മാഷെ എനിക്ക് പേടിയുണ്ട് മാഷിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ, എനിക്ക് ടെൻഷനുണ്ട് പാടാൻ. പുള്ളിക്കാരൻ എന്നെ അടുത്ത് പിടിച്ചിരുത്തി. എന്തിനാ ടെൻഷൻ? ഒരു പാട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, അപ്പം ചിലപ്പോൾ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് നമ്മൾ പാട്ടാക്കണം. നീ എൻ്റെ അന്തിക്കടപ്പുറം എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഗാനമേളയ്ക്ക് പാടാറുണ്ട്. അതിൻ്റെ ഒരു ചെറിയച്ഛൻ്റെ മോനായിട്ട് ഒരു ഈ പാട്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി നീ. എന്നിട്ടാണ് ഞാൻ ആദിച്ചമ്പട അങ്കപ്പുലികളി കുറുമനു ചെറുമനു പുരുവയറി പുരി അരമണി എരുമണി ചെറുപയറൊരു മണി തറുതല പറയണ മറുതനു കുറുവടി മണ്ണു കിളച്ചു മതിച്ചു നടക്കണ മായാണ്ടിപ്പട വാണ്ടി വരുന്നേ ഹോയ്, ഈ പാട്ട് പാടിയത്. ഇതാണ് പാട്ട്, അത്രേ ഉള്ളു പാട്ട്. ഇനി അതിലാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം കൂടി ഞാൻ പറയും. ഈ ഇന്റർവ്യൂലാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അതിൻ്റെ അകത്തൊരു ചാന്തും ചോരയും ചൂണ്ടപ്പൂ കൊണ്ടാ, അപ്പൊ ആ ചൂണ്ട എന്നുള്ള സ്ഥലത്ത് വേറെ ഏതൊരു വാക്കായിരുന്നു. എനിക്ക് എഴുതി തന്നതാണ് ഞാൻ പഠിച്ചത്. പക്ഷെ അവർ മദ്രാസിൽ പോയിട്ട് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ചൂണ്ട എന്നുള്ള വാക്ക് അവിടെ ആ സ്ഥലത്തില്ലായിരുന്നു. ആ ഏരിയയിൽ മാത്രം ചാന്തും ചോരയും ചൂണ്ട എന്നുള്ള വാക്ക് പാടിയിരിക്കുന്നത് ജോൺസൺ മാഷാണ്. അത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഒറ്റ കേൾക്കല് മനസ്സിലായി. ആ പാട്ടില് ചൂണ്ട എന്നൊരു വാക്ക് മാഷിൻ്റെതായിട്ടുണ്ട്. ആ പാട്ടിൽ എനിക്ക് വേറെ ഏതൊരു വാക്കായിരുന്നു, കണ്ണെന്നോ എന്തൊരു വാക്കായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു അനുഭവം. പിന്നെ പാട്ട് എടുക്കുന്നതിൽ ഒരു ടെക്നിക്ക് ഉണ്ട് പുള്ളിക്കാരൻ. അദ്ദേഹത്തിന്റെ ഒരു അനുജൻ ചാക്കോ എന്ന് ആണ് തോന്നുന്നത്, അദ്ദേഹത്തിന്റെ വയലിനിസ്റ്റാണ്. അദ്ദേഹം എന്നെ കൊണ്ട് ഈ പാട്ട് ആദ്യം പാടിച്ചത്. അപ്പൊ എൻ്റെ ഈ ടെൻഷൻ കണ്ടിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം പുറത്തു പോയി ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നപ്പോൾ പാട്ട് ഇടാൻ പറഞ്ഞു. പാട്ട് കുഴപ്പമില്ലല്ലോ, നന്നായിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. ആ പല്ലവിയിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് ആ മൂഡ് കളയാണ്ട് ഒന്നുകൂടി പാടി, ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന്. ഞാൻ പാടിക്കോ, ഞാൻ പല്ലവി പാടി, ഇനി ഒന്ന് കേട്ടു നോക്കി.
ഇപ്പൊ ഉണ്ട്, ഇപ്പൊ പെർഫെക്ഷൻ കണ്ട, അപ്പൊ നിനക്ക് നീ ബോൾഡായിപ്പോ, അതെ. അപ്പൊ ഒരു കുഴപ്പം പറ്റി ബഷീറെ. അപ്പൊ എന്താണ്, അനുപല്ലവിടെ ലെവൽ ഇച്ചിരി കുറഞ്ഞു പോയി, ഉം. നീ ഒരു പല്ലവിയുടെ ഒരു ഡെപ്തില്ല, ആ. അനുപല്ലവി അങ്ങോട്ട് പാടിയേ, ആ. അതും പാടി. ആ. അപ്പൊ ചരണം മാത്രം എന്തോ പോലെ ആയി പോയില്ല, ഇപ്പൊ അതും കൂടി അങ്ങോട്ട് പാടിയേ എന്നാണ്. അത് എന്നെ കൊണ്ട് പാടിച്ചെടുക്കാനുള്ള ടെക്നിക്ക് മാത്രമാണ് അതെ 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 അതെ. ആർട്ടിസ്റ്റിക് മൈൻഡ് അതെ, മനസ്സിലാക്കുന്ന artistic ഒരാളാണ്. mind. അതെ അതാണ്, അതെ അതെ അതെ. അത്രേ ഉള്ളൂ. അതെ. പുള്ളി എന്നെ കൊണ്ട് പാടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, പാടിച്ചെടുത്തിരിക്കും. തൊണ്ടവേദനയല്ല, എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മള് എന്തെങ്കിലും ഒട്ടിലൊടുക്ക് പാടിയിരിക്കും. കാണിച്ചാലും. അല്ല, നമുക്ക് വരേണ്ട പാട്ട് അതാണ്. അതെ അതെ അതിന് നമുക്ക് വരേണ്ടത് നമുക്ക് വന്നേ പറ്റൂ, വന്നിരിക്കും. അതെ അതെ വന്നേ അതെ. പറ്റൂ. ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ കൈതപ്പുറം സാറിന്റെ കൂടെയുള്ള കൈതപ്പുറത്തിന്റെ കൂടെ കുറെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീ ജന്മം പുണ്യജന്മം കേട്ടിട്ടുണ്ടാ? പിന്നെ അനുരാഗപ്പൂമണമാകും ഉം. അവൾ അതൊക്കെ ഞാൻ ട്രാക്ക് പാടിയ പാട്ടാണ്. ശരി ശരി ശരി. കൈതപ്പുറം തിരുമേനിയായിട്ട് എനിക്ക് അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്. കളിയാട്ടത്തിലെ ഒരു പാട്ട്. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ആഹാ. തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്, ഓർമ്മയില്ല ബാക്കി lyrics. നല്ല 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 പാട്ടുകൾ ഉണ്ടാവും. തിരുമേനിയുടെ പാട്ടുകൾ പാടി നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഏറ്റവും അവസാന നിമിഷം വരെ എങ്ങനെ വേണമെങ്കിലും തിരുത്തു വരാം. അതെ 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 അതെ. അങ്ങനെ ഒരു A4 ഷീറ്റിന്റെ ഒരു ഫുൾ ഉണ്ടാവും, ഒരു പല്ലവി തിരുത്തു വന്ന് പാടിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ ബ്രദർ വിശ്വേട്ടൻ, അദ്ദേഹമായിട്ടും ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മൾ അത്ഭുതത്തോടെ പുറത്തുനിന്ന് നോക്കിക്കണ്ട ലെജൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ കെടാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതിയുണ്ട്. അതിന്റെ അറ്റം വരെ അനുഭവിച്ച ആളാണ് ഞാൻ. ഒരു സന്തോഷമുണ്ട്. ഇപ്പോഴും അവരുടെ സംസാരത്തിൽ എവിടെയെങ്കിലും എൻ്റെ ഒരു പേരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും. അതെ അതെ അതെ. അജയൻ വിജയൻ മാഷിന്റെ കൂടി ജയമാഷിന്റെ കുറെ പാടിയിട്ടുണ്ട്. കുറെ ഇങ്ങനെ ഡിവോഷണൽസ് ഇപ്പോഴും ഞാനും രമേശ് മുരളിയും ഈ ഗാഗുൽ ജോസഫ് അങ്ങനെയുള്ള ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഒരു ഫസ്റ്റ് റോ കോറസ് സിംഗേഴ്സ് ആണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ പാട്ടുകൾ, TS രാധാകൃഷ്ണന്റെ പാട്ടുകൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ പാട്ടുകൾ, എത്രയോ അങ്ങനെ പാടി. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ ഏത് പാട്ടുകളാണ് പാടിക്കുന്നത്? അമ്പിളിവട്ടത്തിൽ ആലവട്ടത്തിൽ അമ്പാരി ചന്തമോടെ അത്തപ്പൂ ചമയമിറങ്ങി തൃക്കാക്കര വന്നിറങ്ങി തിരുവോണം നാള് തകതരി കിടതിമിതി മൃദോം തിരുതുടിയുടെ മേളത്തിൽ തമ്പേറിൻ തൃത്താളം തകൃതത്തി മൃതത്വം, ഇതൊക്കെയാണ് പാട്ട്. ഞാൻ കുറെ ലളിതഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ആകാശവാണിയുടെ കുറച്ച് ലളിതഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അല്ലാണ്ട് കുറെ ട്രാക്ക് പാടിയിട്ടുണ്ട്. അദ്ദേഹമായിട്ട് കാസറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്. വളരെ സൗമ്യനായിട്ടുള്ള പാട്ടുകൾ എത്ര പ്രാവശ്യം ചോദിച്ചാലും പറഞ്ഞു തരുന്ന, എനിക്ക് വന്നത് ശിഷ്യഗണങ്ങളെ ഒരുപാട് പാട്ടുകൾ പഠിപ്പിച്ചൊരു എക്സ്പീരിയൻസ് മാഷിനുള്ളത് കൊണ്ട് മുമ്പിലിരിക്കുന്നവർക്ക് പാട്ട് പറഞ്ഞു തരാൻ ഒരു വിമുഖതയും കാണിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പാടിയും തരും, അതിന്റെ ടെക്നിക്സും പറഞ്ഞു തരും, കൃത്യമായിട്ട് നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റും. ഒരിക്കലും ഏതോ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞാണ്, പറവൂര് പാട്ട് പാടുന്ന ഒരു മുസ്ലിം പയ്യനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത്രയും കിട്ടിയാൽ മതി എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അവാർഡാണ്. നമ്മളെ സംബന്ധിച്ച് അതൊക്കെ അത്രയൊക്കെ ഉള്ളൂ. സന്തോഷം, മാഷിന്റെ പാട്ടുകൾ പാടാൻ സാധിച്ചുള്ള സന്തോഷം. ഇപ്പൊ പറവൂരിനെ കുറിച്ച് വീണ്ടും വരുമ്പോൾ, അപ്പൊ പള്ളി അടുത്താന്ന് പറഞ്ഞല്ലോ, അപ്പൊ ക്രിസ്മസ് കാരോളിനൊക്കെ പാടാറില്ലേ? അവിടുത്തെ കരോളിനും പോകാറുണ്ട്. അവിടെ പള്ളിയിലെ ഒട്ടുമിക്ക പ്രോഗ്രാംസിനൊക്കെ വന്ന് ഞാൻ പാടാറുണ്ട്. അല്ല, എല്ലാ പാട്ടുകളും മരിയവിയാനി ചർച്ചിലുള്ള വലിയ കോളാമ്പി മൈക്കിലൂടെ ഞാൻ കേട്ട പാട്ടുകളാണ് പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. തൊട്ടപ്പുറത്തുനിന്ന് വേറെ പാട്ട് കേട്ടിട്ടുണ്ട്. നീല നീല മലയുടെ മുകളിൽ നീ വസിക്കുന്നയ്യപ്പ, നിന്നെ കാണാനായി വരുന്നു നിരവധി ലക്ഷം ഭക്തന്മാർ, നിന്നുടെ ഭക്തന്മാർ. രണ്ടും രണ്ട് ദേവാലയമാണ്. പാട്ടുകൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സത്യം സത്യം. അപ്പൊ ആ ഒരു എന്താ പറയാ, വീടിനെ കുറിച്ച് അല്ലെങ്കിൽ ആ നാടിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന പാട്ട് എന്തായിരിക്കും? മൂന്ന് ദേവാലയങ്ങളും എല്ലാം കൂടി. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും
കാണുന്നതും ഒന്ന്, കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ദൈവമൊന്ന്. ആഹാ. അതാണ് നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതാണ്. ഇപ്പൊ ഗാനമേളയ്ക്ക് പോകുമ്പോഴേ ഈ വൺസ് മോർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുമല്ലോ. അപ്പം പാടുമ്പം ചിലവർക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഇനിയും പാടിപ്പിക്കണം എന്നുള്ളത് അങ്ങനെ അങ്ങനെ പാടിയിട്ടുള്ള അങ്ങനെ പാടി എനിക്കുണ്ട്. സാന്ത്വനത്തിലെ പാട്ട് ഞാൻ അങ്ങനെ പാടിയിരുന്നു. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. അന്ന് ചിത്രഗീതം എന്ന് പറഞ്ഞ പരിപാടിയിൽ വന്നൊരു പാട്ടാണത്. അത് കണ്ടിട്ടാണ് ആൾക്കാർ ഗാനമേളയ്ക്ക് വന്നിരിക്കുന്നത്. നമ്മളെ കയ്യിൽ ചെറിയ മൈക്രോ ടൈപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് പാട്ട്. അത് വൺസ് മോർ. നീർപ്പളുങ്കുകൾ ചിതറി വീഴുമേ നിമിഷസാഗരം ശാന്തമാകുമോ. ഇതൊക്കെയാണ് ഹിറ്റ് പാട്ടുകളാണ്. ഇപ്പൊ മലയാളം അല്ലാണ്ട് ഹിന്ദി, തമിഴ് അത്യാവശ്യം ദാസേട്ടന്റെ കുറച്ച് ഹിന്ദി പാട്ടുകളൊക്കെ എഴുതിയെടുത്ത് പഠിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ. തമിഴ് പാട്ടുകളും രാജ സാറിന്റെ ഒക്കെ അത്യാവശ്യമൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അതാണ് സ്റ്റേജിൽ അങ്ങനെ ഒന്നും പാടാറില്ല. എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ചില ഇൻവൈറ്റഡ് ഓഡിയൻസിന്റെ ചില പരിപാടികൾ വരുമ്പോ അങ്ങനെ പാടാം. പാട്ടല്ലാണ്ട് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഹോബീസ്, ഇപ്പൊ എഴുത്തോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട്? ഞാനിങ്ങനെ രഹസ്യമായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് എഴുതുന്നു, ഇങ്ങനെ വായിക്കുന്നു, കേൾക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കയ്യില്. സ്വന്തമായിട്ട് എഴുതാന്ന് പറയുമ്പോ വെറുതെ ഇങ്ങനെ എനിക്ക് അനുഭവമുള്ള കുറെ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെയുണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ കേൾക്കും. അടുത്ത വളരെ സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ചു കൊടുക്കും. വെറുതെ എനിക്ക് അനുഭവമുള്ള കുറെ കാര്യങ്ങള്, ആത്മകഥ പോലെ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മള് ഫേസ് ചെയ്ത, നമ്മള് ഇപ്പൊ ബുക്കില്ലല്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ടെക്നോളജി മാറിയല്ലോ. അതൊക്കെ പല ആപ്പിൽ കയറി പാട്ട് കേൾക്കുന്ന പോലെ കഥകളായിട്ട് കേൾക്കുന്നു. കഥകളല്ലിട്ട് ഇത് അനുഭവിച്ച കുറെ കാര്യങ്ങൾ, രസമാണല്ലോ അത്. ശരി. വേറെന്തെങ്കിലും ഹോബീസ്? ട്രാവൽ ചെയ്യും ഇങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യല്. ഇനി പോവാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളെ ഏതൊക്കെയാണ്? ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ചിലപ്പോൾ ഉണ്ടാവില്ല, എനിക്ക് അവിടെ പോയിട്ട് ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യണമെന്ന് ആഗ്രഹം. സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ സ്ഥലം എനിക്ക്. എന്നാലും ഈജിപ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, ഈജിപ്റ്റ്. എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നൊസ്റ്റാൾജിക്, കുറെ ഹിസ്റ്ററി അവിടെ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ശരി. കമന്റ് വരും ദൈവം, പിന്നെ ഈജിപ്റ്റ് ആഗ്രഹമല്ലേ, എവിടെ വേണമെങ്കിലും പറയാലോ. ഡെഫിനറ്റ്ലി നമ്മുടെ ഈജിപ്തിൽ പോവാന്നുള്ളത് നമുക്ക് ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമല്ല. കുറെ മോണുമെന്റ്സും കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെയുള്ള ചരിത്രവും സംസ്കാരമൊക്കെ വേറൊരു സംസ്കാരമാണ് അവരുടെ. സത്യം. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു നമ്മൾ. ചേട്ടൻ്റെ പണ്ടത്തെ ഗാനമേളയും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളും എല്ലാം ഒരുപാട് സന്തോഷം. ഞാൻ ഇടയ്ക്ക് ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്, ഇക്കാന്ന് വിളിക്കുന്നു, രണ്ടും പിന്നെ ഒന്നായിട്ട് പിന്നെ കുഴപ്പമില്ല. അത് ചില സമയത്ത് ഇക്കാന്ന് വരും, ചില സമയത്ത് ചേട്ടാന്ന് വരും. അപ്പൊ ഇനി ഒരുപാട് പാട്ടുകൾ മാത്രമല്ല, ഇക്കാനെ എനിക്ക് ഇനി അടുത്തൊരു സിനിമയിലോ അങ്ങനെ എന്തെങ്കിലും ആക്ടിങ്ങിലൂടെ നമുക്ക് ഇനി കാണാൻ സാധിക്കട്ടെ എന്ന് ഒരുപാട് സന്തോഷം. നല്ലൊരു ഒരുപാട് ചിരിച്ചു സത്യം പറഞ്ഞ ഇന്റർവ്യൂവിൽ. ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഈ MC ഡിജിറ്റലിൻ്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു കുറച്ച് സമയം നിങ്ങളുമായിട്ട് സംവേദിക്കാൻ സാധിച്ചതിൽ എൻ്റെ സ്നേഹവും ഇഷ്ടവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് മീനാക്ഷിയോടുള്ള എൻ്റെ ഒരു കടപ്പാട് അറിയിക്കുന്നു. മനസ്സിൽ തോന്നിയതും സത്യസന്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമസ്കാരം.